അപ്പൊ നാട്ടുകാർ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ ബംഗാളി വന്നിട്ട് അവിടെ ഒരു വലിയ കുഴി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബംഗാളി വന്നിട്ട് ആ കുഴി മൂടും. മൂന്നാമത്തെ ബംഗാളി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് വീണ്ടും ആദ്യത്തെ ബംഗാളി വീണ്ടും കുഴി ഒഴിക്കും. അടുത്ത ആള് മൂടും, പിന്നത്തെ ആള് വെള്ളം ഒഴിക്കും. ഇങ്ങനെ ഇത് കണ്ട് ഈ നാട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇതെന്താ സംഭവം. അപ്പൊ നാട്ടുകാർ എന്ത് ചെയ്തു, ഇതിന്റെ കോൺട്രാക്ടർ ഒന്ന് വിളിച്ചു. അയാൾ വന്നിട്ട് ഇവിടെ തലയിൽ കൈ വെച്ചിട്ട് അയ്യോ എന്ന് പറയുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് അറിയും. ആക്ച്വലി ഇവിടെ 4 ബംഗാളികൾ വേണമായിരുന്നു. ആദ്യത്തെ ബംഗാളി ഈ കുഴി കുഴിക്കും, രണ്ടാമത്തെ ബംഗാളി അതിനകത്തൊരു ചെടി വെക്കും, മൂന്നാമത്തെ ബംഗാളി ബാക്കിയുള്ളത് മൂടും, പിന്നെ 4ാമത്തെ ആൾ വെള്ളം ഒഴിക്കും. ഇങ്ങനെയാണ് ഇത് പോണ്ടേ. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. അതായത് കൃത്യമായിട്ട് ഇവരെ മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ചെയ്തിട്ടുള്ള വർക്ക് മുഴുവൻ വേസ്റ്റ് ആയി പോയിട്ടുള്ളത്. അതേപോലെ നിങ്ങളുടെ കമ്പനിയിൽ വർക്കുകൾ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സിസ്റ്റംസ് കൊണ്ടുവരണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു 3 സിസ്റ്റത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓൺബോർഡിംഗ് സിസ്റ്റമാണ്. അതായത് പുതുതായിട്ട് ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ എടുത്തുകൊണ്ട് നിങ്ങളുടെ കമ്പനിക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സമയം അയാൾക്ക് എങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ആണ് അവിടെ ഉണ്ടാവാൻ പോണത്, അവരെങ്ങനെയാണ് നിങ്ങൾ വെൽക്കം ചെയ്യാൻ പോകുന്നത്, അവർക്ക് വാവ് എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു സിസ്റ്റം നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് വേണം, പക്ഷേ അനാവശ്യമായ സ്റ്റോക്ക് ഉണ്ടാവാനും പാടില്ല. കസ്റ്റമർ ചോദിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടാവും വേണം, എന്നാൽ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് പോകാൻ പാടില്ല. അതിനാവശ്യമായിട്ട് ഒരു ഇൻവെന്ററി കൃത്യമായിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മൂന്നാമത്തത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് സിസ്റ്റമാണ്. അതായത് ഓരോ മാസത്തിലും എത്രയാണ് ബഡ്ജറ്റ് വരുമെന്നും കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് ആ ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ അതുകൂടി ചെയ്യേണ്ടതാണ്. ഈ 3 സിസ്റ്റം ചെയ്യുമ്പോൾ തന്നെ കമ്പനിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ആക്ച്വലി ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ നടത്തിക്കൊണ്ട് പോകാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.